ഒരു രാമുഖ പ്രഭാഷണം നടത്തിയ ഈ ജില്ലയിലെ കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ്, യഥാർത്ഥ ഗാന്ധിയും കൂടിയായ ശ്രീ പ്രമുഖ ഗാന്ധിയും കൂടിയായ ശ്രീ ടി.കെ. സുധാകരൻ, ഒരുപാട് നേതാക്കന്മാരുള്ളതുകൊണ്ട് ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നു. KPCCയുടെ മുൻ ജനറൽ സെക്രട്ടറി ശ്രീ T.P. ഉണ്ണിക്കണ്ണൻ, എക്സെപ്റ്റ് സെക്രട്ടറിമാരായ ശ്രീ ബാലകൃഷ്ണൻ പെരിയ, ശ്രീ നീലകണ്ഠൻ, ശ്രീ ഹസീന, മറ്റ് സീനിയർ കോൺഗ്രസ് നേതാക്കന്മാർ, ശ്രീ അഷ്റഫ് അടക്കം അധ്യക്ഷത ചെയ്തിരിക്കുന്ന UDF കൺവീനർ ശ്രീ ഗോവിന്ദൻ നായർ അടക്കമുള്ള നേതാക്കന്മാർ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കൾ, ഇന്ന് ദേശീയയിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനമായ കോൺഗ്രസ് അവരുടെ 138 വയസ്സ് പൂർത്തിയാക്കുകയാണ്. കോൺഗ്രസ് അതിൻ്റെ 139ാമത്തെ വയസ്സിലേക്ക് ഇന്ന് കാലെടുത്ത് വയ്ക്കുകയാണ്. ലോകത്ത് ഇത്രയധികം പാരമ്പര്യമുള്ള പൈതൃകമുള്ള മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഇല്ല എന്നുള്ളത് കോൺഗ്രസിന്റെ മഹത്വം വിളിച്ചറിയിക്കുക. 1885 കോൺഗ്രസ് ആദ്യമായി രൂപീകരിച്ചത്. നിങ്ങൾക്കറിയാം, ഒരു ICS ഓഫീസറാണ് രൂപീകരിക്കാൻ വേണ്ടിയത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ICS ഓഫീസറായ അലൻ ഒക്ടോവിയൻ ഹ്യൂമാണ്, AO ഹ്യൂമാണ് ഇത് രൂപീകരിക്കാൻ നേതൃത്വം കൊടുത്തെങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒന്നാമത്തെ പ്രസിഡന്റായത് WC ബാനർജി. WC ബാനർജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒന്നാമത്തെ പ്രസിഡന്റ് ആകുമ്പോൾ ഇത് രൂപീകരിക്കാൻ നേതൃത്വം കൊടുത്ത AO ഹ്യൂ സംഘടനയുടെ ഒന്നാമത്തെ ജനറൽ സെക്രട്ടറി. 1857 ശിപായി ലഹളയ്ക്ക് ശേഷം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് അധികാരം ഏറ്റെടുത്ത ബ്രിട്ടീഷുകാർ ഈ രാജ്യത്തെ സമ്പത്ത് മാത്രം കൊള്ളയടിക്കുകയല്ല, ഈ രാജ്യത്തെ അവരെ ഒരു കോളനിയാക്കി മാറ്റിവിട്ടു. നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾക്കെതിരെ എന്തെല്ലാം ചെയ്യാവോ അതെല്ലാം ചെയ്യാൻ ബ്രിട്ടീഷുകാർ തയ്യാറായി. അങ്ങനെയാണ് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഇന്ത്യൻ ജനകോടികളുടെ വികാരങ്ങൾ ബ്രിട്ടീഷുകാരെ അറിയിക്കാൻ, ജനങ്ങളെ സംഘടിപ്പിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം രൂപീകരിച്ചു. ഏതാണ്ട് 3.5 പതിറ്റാണ്ട് കാലം നിവേദനങ്ങൾ എഴുതി തയ്യാറാക്കി ബ്രിട്ടീഷുകാർക്ക് കൊടുക്കുന്ന ജോലിയാണ് കോൺഗ്രസ് നേതൃത്വം ചെയ്തത്. തങ്ങളുടെ ആവലാതികൾ, തങ്ങളുടെ വേവലാതികൾ, തങ്ങളുടെ പരാതികൾ, പരിവേദനങ്ങൾ നിവേദന രൂപത്തിലാക്കി ബ്രിട്ടീഷുകാർക്ക് എഴുതി കൊടുക്കുന്ന അല്ലാതെ 3.5 പതിറ്റാണ്ട് കാലം തിരുവായില്ലാത്ത ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു അക്ഷരം ഉരിയാടാൻ നമുക്ക് സാധിച്ചില്ല. ആദ്യമായി ബ്രിട്ടീഷുകാർക്കെതിരെ ശബ്ദമുയർത്തിയവരെല്ലാം അവർ വകവരുത്തി എന്നുള്ളതാണ് സത്യം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പിടഞ്ഞു വീണ് മരിച്ച ജ്ഞാതരും അജ്ഞാതരുമായ ലക്ഷക്കണക്കിന് ആളുകൾ അവർക്ക് ആദരാഞ്ജലി കൽപ്പിക്കാൻ ആദ്യമായി ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ബ്രിട്ടീഷുകാർ തല്ലിക്കൊന്ന ലാലാ ലജപത് റായ് തൊട്ട് ബ്രിട്ടീഷുകാർ തൂക്കിക്കൊല്ലുകയും വെടിവെച്ചു കൊല്ലുകയും ചെയ്ത ഭഗത് സിംഗും രാജ്ഗുരുവും സുഖദേവും അടക്കം ഒരുപാട് രക്തസാക്ഷികളെ സൃഷ്ടിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടത്. 1885 കോൺഗ്രസ് രൂപീകരിച്ചെങ്കിലും സ്വാതന്ത്ര്യ സമരത്തിൽ നേരിട്ട്
നമ്മുടെ ഇടപെടൽ ആരംഭിക്കുന്നത് 1915-ലാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് എന്നേക്കുമായി പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് മഹാത്മാഗാന്ധി ഇന്ത്യയിൽ വന്നതിന് ശേഷമാണ് സ്വാതന്ത്ര്യ സമരം ശരിക്കും നമ്മുടെ രാജ്യത്ത് ആരംഭിക്കുന്നത്. അദ്ദേഹം എന്നേക്കുമായി ദക്ഷിണാഫ്രിക്കൻ ജീവിതം അവസാനിപ്പിച്ചിവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗുരുവായ ഗോപാലകൃഷ്ണ ഗോഖലെയെ പോയി കണ്ടു. ഗോഖലെയാണ് അദ്ദേഹത്തോട് പറഞ്ഞത്, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ നേതൃത്വം അങ്ങ് ഏറ്റെടുക്കണം, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരം അങ്ങ് നയിക്കണം. നയിക്കുന്നതിന് മുമ്പ് ഈ രാജ്യത്തെ ജനങ്ങളെ കുറിച്ച് അങ്ങ് പഠിക്കണം, ജനങ്ങളുടെ വികാരങ്ങൾ എന്താണെന്ന് അങ്ങ് മനസ്സിലാക്കണം. അതുകൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ഏറ്റെടുക്കുന്നതിന് മുമ്പ് അങ്ങൊരു ഭാരത പര്യടനം നടത്തണം. ഗ്രാമാന്തരങ്ങളിലൂടെ സഞ്ചരിച്ച് ജനങ്ങളുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും യാതനകളും വേദനകളും മനസ്സിലാക്കി ബ്രിട്ടീഷ് ഇന്ത്യയിൽ അവർ അനുഭവിക്കുന്ന ആ നരകയാതനകളിൽ നിന്ന് അവരെ കരകയറ്റാനുള്ള സമരത്തിന്റെ നേതൃത്വം അങ്ങേറ്റെടുക്കും. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് മഹാത്മാഗാന്ധി ഒരു ഭാരത പര്യടനം വയ്ക്കുന്നു. രാജ്യമാസകലം സഞ്ചരിച്ചു. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നടത്തിക്കൊണ്ടിരിക്കുന്ന നരനായാട്ട് അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചു. ഒരു ഭാരത പര്യടനം കഴിഞ്ഞിട്ടാണ് അത് ബീഹാറിൽ വന്ന് കർഷകർക്കെതിരെ ബ്രിട്ടീഷുകാർ ചുമത്തിയ നികുതിക്കെതിരെ ചമ്പാരനിൽ നടക്കുന്ന സമരത്തിലൂടെ അദ്ദേഹം ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കാലെടുത്തു. അതുവരെ നിവേദനങ്ങൾ 3 പതിറ്റാണ്ടുകാലം നിവേദനങ്ങൾ മാത്രം ഒതുങ്ങി നിന്ന കോൺഗ്രസ് പിന്നെ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമര പോരാട്ടം ആരംഭിച്ചു. ആ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പിന്നെ മഹാത്മാഗാന്ധിയാണ് ഓരോ സമരമുറകളും തീരുമാനിച്ചത്. അപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ 5 നീകളിലൂടെ വിശേഷിപ്പിക്കാം. അതിലൊന്ന് നിവേദനങ്ങളുടെ കാലഘട്ടം. മഹാത്മാഗാന്ധിയുടെ സമരമുറകൾ ലോകത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു. സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിനെതിരെ ഒരു പുരുഷായുസ് മുഴുവൻ അദ്ദേഹം സമരം ചെയ്തിട്ട് ഒരു തുള്ളി ചോര ചിന്താതാണ് ആ സമരം അവസാനിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒന്നാമത്തെ ഘട്ടം നിവേദനങ്ങളുടെ കാലഘട്ടമാണ്. മഹാത്മാഗാന്ധി വന്നതോടുകൂടി ബ്രിട്ടീഷുകാരോട് നിസ്സഹകരിക്കാൻ അദ്ദേഹം പറഞ്ഞു. നമ്മുടെ രാജ്യത്ത് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചു. ബ്രിട്ടീഷുകാരുടെ തീരുമാനങ്ങൾ അതിനോട് സഹകരിക്കാതിരിക്കുക, ബ്രിട്ടീഷുകാരുടെ പ്രഖ്യാപനങ്ങൾ അത് നിരാകരിക്കുക, അത് കണ്ടില്ലെന്ന് നടിക്കുക, കേട്ടില്ലെന്ന് ഭാവിക്കുക. ബ്രിട്ടീഷുകാരുടെ പ്രഖ്യാപനങ്ങൾക്കെതിരെ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചു. 3.5 പതിറ്റാണ്ടുകാലം നിവേദനങ്ങൾ, അത് കഴിഞ്ഞ് നിസ്സഹകരണം. അതിലും ബ്രിട്ടീഷുകാർ വഴങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ മഹാത്മാഗാന്ധി നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചു. ബ്രിട്ടീഷുകാർ ഇന്ത്യക്കെതിരെ പ്രഖ്യാപിക്കുന്ന ഓരോ നിയമങ്ങളും ലംഘിക്കാൻ അദ്ദേഹം ഉത്തരവ് കൊടുത്തു. അതിന് ഒരുപാട് ഉദാഹരണമുണ്ട്. ഡൽഹി യാത്രയടക്കം, ഉപ്പു സത്യാഗ്രഹം അടക്കം. ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. അപ്പോ നിവേദനങ്ങളുടെ കാലഘട്ടം 3.5 പതിറ്റാണ്ട്, അത് കഴിഞ്ഞ് നിസ്സഹകരണം, അത് കഴിഞ്ഞപ്പോൾ നിയമലംഘനം. അതിലും ബ്രിട്ടീഷുകാർ വഴങ്ങുന്ന കണ്ടപ്പോൾ അതിനേക്കാൾ ശക്തമായ ഒരു ആയുധം മൗനവ്രതം അല്ലെങ്കിൽ നിരാഹാര സമരം പിന്നീട് ആരംഭിച്ചു. മഹാത്മാഗാന്ധിയുടെ സമരമുറകൾ നോക്ക്. പിണറായി വിജയനെ പോലെ ചെടിച്ചട്ടി കൂടി തലയിലടിക്കുന്നതാണോ സമരം? പിണറായി വിജയനെ പോലെ ഹെൽമറ്റ് കൊണ്ട് തലക്കടിച്ച് പൊട്ടിക്കുന്നതാണോ സമരം? അല്ലെങ്കിൽ ഇരുമ്പ് വടികൾ കൊണ്ട് പട്ടിയെപ്പോലെ തല്ലിച്ചതയ്ക്കുന്നതാണോ സമരം? നിസ്സഹകരണം. പിന്നെ നിങ്ങൾക്കറിയാം, നിരാഹാരം, നിയമലംഘനം. ഏറ്റവും അവസാനത്തെ സമരമാണ് നിഷ്കാസിത പ്രമേയം. അപ്പൊ നിവേദനങ്ങൾ, നിസ്സഹകരണം, നിയമലംഘനം, നിരാഹാരം,
അവസാനത്തെ തീ എന്ന് പറയുന്നത് നിഷ്കാസിത പ്രമേയം, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ക്വിറ്റ് ഇന്ത്യ. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക. 1942 ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനം കോൺഗ്രസ് പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദ് അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന മഹാസമ്മേളനം, മഹാരഥന്മാർ പങ്കെടുക്കുന്ന സമ്മേളനം. ആ സമ്മേളനത്തിന്റെ അധ്യക്ഷനാണ് കോൺഗ്രസ് പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദ്. ആ യോഗത്തിൽ വെച്ചാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം ജവഹർലാൽ നെഹ്റു അവതരിപ്പിക്കുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക. ആ പ്രമേയത്തെ പിന്താങ്ങിക്കൊണ്ടായ യോഗത്തിൽ സംസാരിച്ചത് പിന്നീട് ഇന്ത്യയുടെ ഒന്നാമത്തെ ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ കെട്ടിപ്പടുത്ത മഹാനായ സർദാർ വല്ലഭായ് പട്ടേലാണ്. ആ പിന്തുണ അറിയിച്ചുകൊണ്ട് സംസാരിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ ജവഹർലാൽ അവതരിച്ച പ്രമേയത്തെ സർദാർ വല്ലഭായ് പട്ടേൽ പിന്തുണച്ചു. ആ യോഗത്തിൽ മഹാത്മാഗാന്ധി പറഞ്ഞു, ഈ ഇന്ത്യക്കാരുടെ മുമ്പിൽ രണ്ട് മാർഗം, ഡു ഓർ ഡൈ. ഒന്നുകിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി മരിച്ചു വീഴുക. മൂന്നാമതൊരു മാർഗം നമ്മുടെ മുമ്പിലില്ല. അവസാനത്തെ പോരാട്ടം അവിടെ ആരംഭിക്കും. നേതാക്കന്മാർ മുഴുവൻ ജയിലിലടയ്ക്കപ്പെട്ടു. തെരുവുകൾ മൊത്തം രക്തപങ്കിലമാക്കി ബ്രിട്ടീഷുകാർ. വെടിവെച്ചു, തോക്കിന്റെ പാത്തി കൊണ്ട് തല്ലി പൊട്ടിച്ചു. രക്തമൊഴുകി നമ്മുടെ രാജ്യത്ത്. ജയിലറകൾ മൊത്തം നിറഞ്ഞു, എല്ലാ ജയിലുകളും നിറഞ്ഞു. തെരുവിൽ ജനങ്ങൾ ഇറങ്ങി. മഹാത്മാഗാന്ധിയുടെ ആഹ്വാനം ശിരസാ വഹിച്ചു. ഡു ഓർ ഡൈ. ഒന്നുകിൽ സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ മരണം. മൂന്നാമതൊരു മാർഗമില്ല. ആ അന്തിമ പോരാട്ടം കണ്ട് ബ്രിട്ടീഷുകാർ വിറച്ചു. അവരൊരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപീകരിച്ചു. ആ അസംബ്ലിയിൽ അംഗങ്ങൾ ഇന്ത്യയിൽ വന്നു. നമ്മുടെ നേതാക്കന്മാരുമായി ചർച്ച നടത്തി. അങ്ങനെ 1946 സെപ്റ്റംബർ മാസം 2-ാം തീയതി ജവഹർലാൽ നെഹ്റുവിനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അവരോധിച്ച് ഒരു കൂട്ടുകക്ഷി ഗവൺമെന്റിന് അധികാരം കൈമാറി ബ്രിട്ടീഷുകാർ. 1946 സെപ്റ്റംബർ 2-ന് ജവഹർലാൽ പ്രധാനമന്ത്രിയായി. പിന്നീടുള്ള 8 മാസക്കാലം സ്വാതന്ത്ര്യത്തിന്റെ ഉടമ്പടികളും കരാറുകളും നിർമ്മിക്കാൻ ദേശീയ നേതൃത്വം വ്യാപൃതമായി. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിക്ക് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതായി അർദ്ധരാത്രി 12 മണിക്ക് ഇന്ത്യയുടെ നേതാവായി ജവഹർലാൽ നെഹ്റു രാഷ്ട്രത്തോടായി പറഞ്ഞു. അങ്ങനെ 250 വർഷക്കാലം നീണ്ടുനിന്ന വൈദേശികാധിപത്യം 92 വർഷക്കാലത്തെ പോരാട്ടത്തിലൂടെ അവസാനിപ്പിച്ച വൈദേശികാധിപത്യം 1947 അവസാനിച്ചു. 1947 നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി. ആ സ്വാതന്ത്ര്യത്തിന്റെ രണഭൂമിയിൽ ലക്ഷക്കണക്കിന് സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരുടെ ജീവൻ ബലിയർപ്പിച്ചു. ആ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ആത്മാവിന് പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ് ഈ യോഗം നടന്നത്. അപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് നമ്മുടെ പാർട്ടി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ജനാധിപത്യമാണ് നമ്മുടെ രാജ്യത്തിന്റെ ഒരു ആപ്തവാക്യം, ഒരു മുഖമുദ്ര. ജനാധിപത്യത്തിന്റെ ആപ്തവാക്യം ഉണ്ടാക്കിയത് നിങ്ങൾക്കറിയാം, എബ്രഹാം ലിങ്കനാണ്. എബ്രഹാം ലിങ്കന്റെ വിശ്വവിഖ്യാതമായ പ്രസംഗമാണ് ഗെറ്റിസ്ബർഗ് സ്പീച്ച്. അതുപോലെ പ്രസിദ്ധമായ 2 പ്രസംഗമുണ്ട്. തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ കേശവന്റെ പ്രഖ്യാപനം, അതാണ് കോഴഞ്ചേരി പ്രസംഗം. സ്വാമി വിവേകാനന്ദന്റെ ഷിക്കാഗോ പ്രസംഗം, അതുപോലെ എബ്രഹാം ലിങ്കന്റെ വിശ്വവിഖ്യാതമായ ഗെറ്റിസ്ബർഗ് സ്പീച്ച്. അവിടെ വെച്ചാണ് ജനാധിപത്യത്തിന്റെ ഒരു ആപ്തവാക്യം ഉണ്ടാകുന്നത്. എ ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ a government of the people, by the people and for the people. That process shall not perish from the earth. ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ ഒരു ഗവൺമെന്റ്, അതാണ് ഒരു ജനാധിപത്യ ഗവൺമെന്റ്. ആ പ്രോസസ്
പ്രക്രിയ, ജനാധിപത്യം ഷാലോൺ പെരിസന്ദയർ ഈ ഭൂമിയിൽ നിന്ന് ഒരു കാലത്തും ഒരു ശക്തിക്കും തുടച്ചു നീക്കാനാകാത്ത ഒരു അത്ഭുത പ്രതിഭാസമാണ് ജനാധിപത്യം. ആ ജനാധിപത്യം ഈ രാജ്യത്ത് കൊണ്ടുവന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 80% ഹിന്ദുക്കളുള്ള രാജ്യം, സ്വാതന്ത്ര്യത്തിന് മുമ്പും പിന്നും. ആ രാജ്യത്ത് ഹിന്ദുക്കൾ പോലെ മുസ്ലിങ്ങളുണ്ട്. ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ജീവിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഇന്ന് ജനസംഖ്യയുടെ 20 കോടി ജനങ്ങൾ മുസ്ലിങ്ങളാണ്, 80% ഹിന്ദുക്കൾ. ഇവിടെ ഹിന്ദുക്കൾ മാത്രമല്ല, ഇവിടെ മുസ്ലിമാനുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, പാർസിയുണ്ട്, ബൗദ്ധനുണ്ട്, ജൈനനുണ്ട്, സിഖുകാരുണ്ട്. അവർക്കെല്ലാം അവരുടേതായ ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. വൈവിധ്യമാർന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ബഹുസ്വരതയുടെ നാടാണ് ഇന്ത്യ. ആ ബഹുസ്വരതയിൽ നിന്ന്, ആ വൈവിധ്യങ്ങളിൽ നിന്ന് ഈ രാജ്യത്തെ ഒരു മതേതര രാഷ്ട്രമാക്കി മാറ്റിയത് കോൺഗ്രസ് ആണ്. ഇന്ന് ഈ രാജ്യം ഒരു മതേതര രാഷ്ട്രമാകാൻ കാരണക്കാരൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഹിന്ദു 80% ആ ഹിന്ദുവിനുള്ള എല്ലാ അവകാശവും എല്ലാവർക്കും ഉണ്ട്. പിന്നീട് നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണ്. 386 പേരടങ്ങുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, അതിന്റെ ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, 16 മലയാളികൾ, 2 വർഷം 11 മാസം 18 ദിവസം ആ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി കൂടി 16 രാജ്യങ്ങളിലെ ഭരണഘടന പഠിച്ച് ആ ഭരണഘടനയിൽ നിന്ന് സ്വാംശീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ സ്വാംശീകരിച്ച് ലോകത്തെ ഏറ്റവും മഹത്തായ ഒരു ഭരണഘടനയുടെ കരട് പട്ടിക ഉണ്ടാക്കാൻ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ നിയോഗിച്ച് ആ കമ്മിറ്റി 114 ദിവസം ചർച്ച ചെയ്ത് ലോകത്തെ ഏറ്റവും മഹത്തായ ബൃഹത്തായ ഭരണഘടന ഉണ്ടാക്കി. ആ ഭരണഘടന 1950 ജനുവരി 26 നിലവിൽ വന്നു. ഈ ഭരണഘടന ഉണ്ടാക്കി തന്നത് കോൺഗ്രസ്. കോൺഗ്രസ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു. കോൺഗ്രസ് ഇവിടെ ജനാധിപത്യം കൊണ്ടുവന്നു. കോൺഗ്രസ് ഈ രാജ്യത്തെ ഒരു മതേതര രാഷ്ട്രമാക്കി. കോൺഗ്രസ് ഈ രാജ്യത്തിനൊരു ഭരണഘടന നൽകി. ആ സ്വാതന്ത്ര്യം, ആ ജനാധിപത്യം, ആ മതേതരത്വം, ആ ഭരണഘടന 54 വർഷം കോൺഗ്രസ് കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചു. ജവഹർലാൽ നെഹ്റുവിലൂടെ, ലാൽ ബഹാദൂർ ശാസ്ത്രിയിലൂടെ, ഇന്ദിരാഗാന്ധിയിലൂടെ, രാജീവ് ഗാന്ധിയിലൂടെ തുടർച്ചയായി 54 വർഷം ആ സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും മതേതരത്വത്തിനും ഭരണഘടനയ്ക്കും ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ ആരെയും അനുവദിച്ചില്ല കോൺഗ്രസ്. ആസാദി കാ അമൃത് മഹോത്സവ് സ്വാതന്ത്ര്യത്തിന്റെ 75ാം വർഷം ആഘോഷിച്ചു. 100 വർഷക്കാലമാണ് ആഘോഷിക്കുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന കോൺഗ്രസിന് അധികാരത്തിലില്ല. ജനാധിപത്യം കൊണ്ടുവന്ന കോൺഗ്രസ് അധികാരത്തിലില്ല. മതേതരത്വം കൊണ്ടുവന്ന കോൺഗ്രസ് അധികാരത്തിലില്ല. ഭരണഘടന ഉണ്ടാക്കിയ കോൺഗ്രസ് അധികാരത്തിലില്ല. മഹാത്മാഗാന്ധി ജീവിച്ചിരുന്നാൽ ഈ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമാക്കാൻ ആകില്ലെന്ന് കണ്ട് മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്ന മതഭ്രാന്തന്മാരുടെ കയ്യിലേക്ക് ഇന്ന് ഇന്ത്യയുടെ ഭരണാധികാരം എത്തിയിരിക്കുന്നു. ആസാദി കാ അമൃത് മഹോത്സവ് ആഘോഷിക്കുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ വകവരുത്തിയവരാണ് ഇന്ത്യ ഭരിക്കുന്നത്. അവരെന്താ ചെയ്യുന്നത്? അവരെന്താണ് ചെയ്യുന്നത്? ഇന്ത്യയുടെ ചരിത്രം, ഇന്ത്യയുടെ പാരമ്പര്യം അവർ ഇല്ലായ്മ ചെയ്യാൻ ചരിത്രകാരന്മാരെ നിയോഗിച്ചിരിക്കുന്നു. ഇന്നും നിങ്ങൾ ഡൽഹിയിൽ പോയി നോക്കൂ. ഡൽഹിയിൽ എവിടെ ചെന്നാലും മുഗൾ സാമ്രാജ്യത്തിന്റെ കയ്യൊപ്പില്ലാത്ത ഒരു സ്ഥലമുണ്ടോ? ലോകത്തിലെ 7ാമത്തെ അത്ഭുതമായ താജ്മഹൽ ഷാജഹാൻ ചക്രവർത്തി നിർമ്മിച്ചു. 7ാമത്തെ അത്ഭുതം മുഗൾ സാമ്രാജ്യമല്ലേ ഇന്ത്യക്ക് ലോകത്തിന് സംഭാവന ചെയ്തത്? കുത്തബ് മിനാർ, ചെങ്കോട്ട, അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം മുഗൾ ഗാർഡൻസ്. ഇന്ത്യയിൽ എവിടെ ചെന്നാലും പള്ളികളുടെ ഒരു പ്രവാഹമാണ് മുഗൾ സാമ്രാജ്യം വെട്ടിപ്പിടിച്ചത്.
ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ കുത്തബ് മിനാർ കാണാൻ വരുന്നു, താജ്മഹൽ കാണാൻ വരുന്നു, ഡൽഹിയിലെ പൂന്തോട്ടമായ മുഗൾ ഗാർഡൻ കാണാൻ വരുന്നു, ചെങ്കോട്ട കാണാൻ വരുന്നു. മുഗൾ സാമ്രാജ്യം ഈ രാജ്യം ഭരിച്ചതായി അറിയാൻ പാടില്ല. മുഗളന്മാരെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉന്മൂലനം ചെയ്യാനുള്ള പരിപാടികൾ ആരംഭിച്ചു. അവരുടെ സ്മാരകങ്ങളുടെ മുഴുവൻ പേരുകൾ മാറ്റി, റോഡുകളുടെ പേരുകൾ മാറ്റി, സവർണ ഹിന്ദുക്കളുടെ പേരുകൾ ആ റോഡുകൾക്കും ഉദ്യാനങ്ങൾക്കും അതിനെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നു. ജർമ്മനിയിൽ ഹിറ്റ്ലർ ചെയ്ത പോലെ, ഇറ്റലിയിൽ മുസോളിനി ചെയ്ത പോലെ, സോവിയറ്റ് യൂണിയനിൽ സ്റ്റാലിൻ ചെയ്ത പോലെ ചരിത്രം തിരിച്ചു എഴുതാൻ ചരിത്രകാരന്മാരെ വെച്ചു. മഹാത്മാഗാന്ധി ഇല്ലാത്ത ഇന്ത്യ, ജവഹർലാൽ നെഹ്റു ഇല്ലാത്ത ഇന്ത്യ, ഇന്ദിരാഗാന്ധി ഇല്ലാത്ത ഇന്ത്യ, കോൺഗ്രസ് ഇല്ലാത്ത ഇന്ത്യ, കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാക്കാൻ അധികാരം ദുർവിനിയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭാവി തലമുറ ഇന്ത്യയെ കുറിച്ച് പഠിക്കാതിരിക്കാൻ പാഠപുസ്തകങ്ങളിൽ മഹാത്മാഗാന്ധി ഒഴിവാക്കുന്നു, ജവഹർലാലിനെ ഒഴിവാക്കുന്നു, സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരുകൾ വെട്ടിമാറ്റുന്നു. പകരം രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ ശ്രമിച്ച RSSകാരന്റെ, സംഘപരിവാറുകാരന്റെ, ഹിന്ദു പരിഷത്തിന്റെ ആളുകളുടെ പേരുകൾ കുത്തിത്തിരിവുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, രാജ്യം അങ്ങോട്ടാണ് പോകുന്നത്. ഇന്ത്യയുടെ ചരിത്രം തിരുത്തി എഴുതുന്നു. സ്വാതന്ത്ര്യത്തിന്റെ പട്ടികയിൽ നിന്ന് ഉത്തര മലബാറിനെ വെട്ടിമാറ്റുന്നു. നിങ്ങൾക്കറിയാം, 1820 തൊട്ട് 920 വരെ ഈ മലബാറിന്റെ മണ്ണിൽ നടന്ന മാപ്പിള കലാപം, മലബാർ ലഹള. ആ ലഹളയിൽ നിങ്ങൾക്കറിയാം, ആലി മുസ്ലിയാർ, വാരിക്കുന്നത്ത് കുഞ്ഞമ്മദാനി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ നിഘണ്ടുവിൽ നിന്ന് വാരിക്കുന്നത്ത് കുഞ്ഞമ്മദാനി വെട്ടിമാറ്റി, ആലി മുസ്ലിയാരെ വെട്ടിമാറ്റി. മഹാത്മാഗാന്ധി പോലും അംഗീകരിച്ച പഴയ PCC പ്രസിഡന്റായിരുന്ന അബ്ദുറഹ്മാൻ സാഹിബ് ഖിലാഫത്ത് മൂവ്മെന്റ് അതൊന്നും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമല്ലെന്ന് BJPക്കാർ പറയുന്നു. അപ്പൊ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം തിരുത്തി എഴുതിക്കൊണ്ടിരിക്കുന്നു. ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് കീഴ്പ്പെടുത്തുന്നു. ഗവർണർമാരെ വെച്ച് തെരഞ്ഞെടുക്കപ്പെടുന്ന മുഖ്യമന്ത്രിമാരെ പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി, MLA-മാരെ വിലയ്ക്ക് വാങ്ങി ഓരോ ഭരണകൂടങ്ങളും അട്ടിമറിക്കുന്നു. ഗോവയിൽ, അരുണാചൽ പ്രദേശിൽ, മധ്യപ്രദേശിൽ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് ഗവൺമെന്റുകളെ ഗവർണർമാരെ വെച്ച് പണം ഉപയോഗിച്ച് അട്ടിമറിച്ച് അവിടെ എല്ലാം BJPയുടെ ഗവൺമെന്റുകൾ പ്രതീക്ഷിക്കുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം അപകടത്തിൽ, ഇന്ത്യയുടെ ജനാധിപത്യം അപകടത്തിൽ, മതേതരത്വവും അപകടത്തിലാണ്. ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഹരിസിംഗ് എന്ന് പറയുന്ന രാജാവുമായി ഒരു കരാറുണ്ടാക്കിയത്. കാശ്മീർ ഭരണഘടനയ്ക്കകത്ത് അവർ പ്രത്യേക അവകാശം കൊടുത്തു. 370 എന്താ സംഭവം? ഈ അടുത്ത കാലത്ത് 370 എടുത്തു കളഞ്ഞു, 35 എടുത്തു കളഞ്ഞു. പൗരത്വ നിയമം പാസാക്കി. പൗരത്വ നിയമം നടപ്പിലായി കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾക്ക് വോട്ടവകാശമില്ല, മുസൽമാൻ വോട്ടവകാശമില്ല. പിന്നെന്താ? ഇന്ത്യയിൽ 2 തരം പൗരന്മാർ. ഈ രാജ്യത്തെ സവർണ ഹിന്ദുക്കളായ RSSകാരെ അനുസരിച്ച്, BJPക്കാരെ അനുസരിച്ച്, അവരുടെ ആജ്ഞകൾ സ്വീകരിച്ച് അടിമകളെ പോലെ കഴിയണം മുസൽമാന്മാർ, ക്രിസ്ത്യാനികൾ. ഈ രാജ്യത്തെ പൗരത്വ നിയമം ഭേദഗതി ചെയ്ത് ആ നിയമത്തിലൂടെ ഇന്ത്യയെ 2ആയി വിഭജിച്ച് 2ാം തരം പൗരന്മാരെ ഉണ്ടാക്കുന്നു. A ഗ്രേഡ് പൗരന്മാർ സവർണ ഹിന്ദുക്കൾ. വോട്ടവകാശമില്ലാത്തവർ മുസ്ലിം, ക്രിസ്ത്യാനി. വോട്ടവകാശമില്ലെന്ന് പറഞ്ഞാൽ പട്ടിക്ക് സമം. ആധാർ കാർഡില്ല, റേഷൻ കാർഡില്ല, ബാങ്ക് അക്കൗണ്ടില്ല, കുട്ടികളെ സ്കൂളിൽ ചേർക്കാൻ പറ്റില്ല, ജോലിക്ക് പോകാൻ പറ്റില്ല. BJPക്കാർ ഒരുക്കുന്ന തടങ്കൽ പാളയത്തിൽ, തടവറകളിൽ ഈ രാജ്യത്തെ മുസൽമാനും ക്രിസ്ത്യാനിയും കിടക്കേണ്ട ഗതികേടാണ് ആ നിയമം പ്രാവർത്തികമായ. മതേതരത്വം അട്ടിമറിച്ച് ഈ രാജ്യത്തെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കാൻ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. 925 RSS പറഞ്ഞു,
100 വർഷം കഴിയുമ്പോൾ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാകും. ആ ഹിന്ദു രാഷ്ട്രത്തിലേക്ക് പോകാൻ RSS പ്രഖ്യാപിച്ച ഇനി കേവലം 1.5 വർഷം മാത്രം ബാക്കി. ആ 1.5 വർഷം കഴിയുമ്പോൾ ഈ രാജ്യം ഹിന്ദു രാഷ്ട്രമാക്കുമെന്ന് പറയുന്നു. മതേതരത്വം അട്ടിമറിച്ച് ഈ രാജ്യത്തെ ഹിന്ദു രാഷ്ട്രമാക്കാൻ ഇന്ത്യ ഭരിക്കുന്നവർ ശ്രമിക്കുന്നു. അതിന് നമ്മുടെ ഭരണഘടന അട്ടിമറിക്കപ്പെടണം. ആ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 The state shall not deny to any person equality before law or equal protection of the law within the territory of India. ഇന്ത്യയുടെ മണ്ണിൽ ജനിച്ചു വീണ എല്ലാ പൗരന്മാരും ഭരണഘടനയുടെ സമന്മാരാണ്, തുല്യന്മാരാണ്. ആ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണം പാർലമെന്റിന്റെ ഭൂരിപക്ഷം ഉപയോഗിച്ച് അട്ടിമറിച്ച് 2 തരം പൗരന്മാരെ ഉണ്ടാക്കുന്നു. 1, 2 ആർട്ടിക്കിൾ 25 of the constitution, right to profess and propagate their religion. ഒരു ജാതിയിൽ വിശ്വസിക്കാൻ, ഒരു മതത്തിൽ വിശ്വസിക്കാൻ, ഒരു മതത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി മുന്നോട്ട് പോകാൻ ഇന്ത്യയുടെ ഭരണഘടന ജനങ്ങൾക്ക് കൊടുത്ത അവകാശം അട്ടിമറിക്കുന്നു. റൈറ്റ് ടു എഡ്യൂക്കേഷൻ, റൈറ്റ് ടു ഫുഡ്, റൈറ്റ് ടു ഹെൽത്ത് ആൻഡ് മെഡിക്കൽ കെയർ, ആഹാരം കഴിക്കാനുള്ള അവകാശം, ഇഷ്ടമുള്ള വേഷം ധരിക്കാനുള്ള അവകാശം, പരിപാലിക്കാനുള്ള അവകാശം, ജീവൻ നിലനിർത്താനുള്ള അവകാശം, ഇതൊക്കെ ഭരണഘടന തന്നിട്ടുണ്ട്. ഇതെല്ലാം അട്ടിമറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ത്യ ഭരിക്കുന്നവർ. ഇവിടെ 160 വർഷത്തിന് മുമ്പ്, 163 വർഷത്തിന് മുമ്പ് ഇന്ത്യക്കകത്ത് ഏകീകൃതമായ ക്രിമിനൽ കോഡ് വന്നു. ഇപ്പതാ ഏകീകൃതമായ സിവിൽ കോഡ് കൊണ്ടുവരാൻ പോകുന്നു. 163 വർഷം കഴിഞ്ഞപ്പോഴാണോ ഇവർക്ക് ബോധോദയം ഉണ്ടായത്? നിങ്ങൾ ആലോചിക്കണം. 3600 ഹിന്ദുക്കളുടെ മതഭേദങ്ങളുണ്ട് ഇവിടെ. നമുക്കറിയാം, പണ്ട് രാജാറാം മോഹൻ റോയ് സതീ സമ്പ്രദായം നടത്തി. ഭർത്താവ് മരിച്ചാൽ ഭാര്യ ചിതയിൽ ചാടി മരിക്കണം. അത് കഴിഞ്ഞിട്ട് എത്ര കൊല്ലം കഴിഞ്ഞു? 1987 രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ മഹാരാഷ്ട്രയിൽ, ബോംബെയിൽ, ഭോപ്പാലിൽ, ഡൽഹിയിൽ ലക്ഷക്കണക്കിന് പെണ്ണുങ്ങൾ പങ്കെടുത്ത് റാലി നടന്നു. എന്തിനാണെന്നറിയുമോ? ഞങ്ങൾക്ക് ഭർത്താവ് മരിച്ച ചിതയിൽ ചാടി മരിക്കാൻ സ്വാതന്ത്ര്യം തരണം, സതി നിർത്തണം. സതി എന്ന വാക്ക് ഉച്ചരിക്കാൻ പാടില്ല എന്ന് പാർലമെന്റിൽ നിയമം കൊണ്ടുവന്നു രാജീവ് ഗാന്ധി. മിണ്ടിപ്പോകരുത്. പ്രസംഗമില്ല, പ്രവൃത്തിയില്ല, പ്രഭാഷണമില്ല, ലേഖനമില്ല. സതി എന്ന വാക്ക് ഇന്ത്യയിൽ ഉച്ചരിക്കാൻ പാടില്ല. 87 ഇവിടെ നടന്നു. നിങ്ങൾ ആലോചിക്കണം. അപ്പൊ എന്തെല്ലാം ആചാരങ്ങളാണ്? വിവാഹം, വിവാഹമോചനം, അതുപോലെ തന്നെ ദത്തെടുക്കൽ, അനന്തരാവകാശം. അതിന് ഹിന്ദു മാരേജ് ആക്ട് നിലവിലുണ്ട്, ശരീഅത്ത് നിലവിലുണ്ട്. എല്ലാ ജാതിക്കും മതത്തിനും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉള്ളപ്പോൾ ഏകീകൃതമായ സിവിൽ കോഡ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഇന്ന് 139ാം ജന്മദിനം ആഘോഷിക്കുമ്പോൾ 142 എംപിമാർ പാർലമെന്റിന് പുറത്താണ്. പാർലമെന്റിനകത്ത് കയറാൻ പറ്റാത്ത രീതിയിൽ അവരെ പുറത്താക്കി എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നു പ്രതിപക്ഷം വേണ്ട. 2024 ഒരു കയ്യബദ്ധം പറ്റി. ഒരിക്കൽ കൂടി നരേന്ദ്രമോദിയുടെ കയ്യിലേക്ക് അധികാരമെത്തിയാൽ ഇന്ന് അദ്ദേഹം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ എംപിമാർ വേണ്ട എന്നുള്ളത് എന്നേക്കുമായി പ്രാവർത്തികമാക്കും. പ്രതിപക്ഷമില്ലാത്ത, പാർലമെന്ററി ജനാധിപത്യമില്ലാത്ത, സ്വേച്ഛാധിപതിയുടെ ഒരു നാടായി, ഒരു ഏകാധിപതിയുടെ നാടായി ജർമ്മനിയിലെ ഹിറ്റ്ലറെ, ഇറ്റലിയിലെ മുസോളിനിയെ, സോവിയറ്റ് യൂണിയനിലെ സ്റ്റാലിനെ പോലെ തിരുവായി ചെറുവായി ഇല്ലാത്ത ഒരു രാജ്യമാക്കി ഇന്ത്യയെ മാറ്റും. അതുകൊണ്ട് കോൺഗ്രസുകാർ ഈ 2024 ഒരു ജീവൻ മരണ പോരാട്ടമായി എടുക്കണം. നെഹ്റു പറഞ്ഞിട്ടുണ്ട്, ആരുണ്ട് മരിക്കുന്നു കോൺഗ്രസ് ജീവിക്കുകയും, ആരുണ്ട് ജീവിക്കുന്നു കോൺഗ്രസ് മരിക്കുകയും. കോൺഗ്രസ് ജീവിച്ചാൽ ആരും മരിക്കില്ല, ഇന്ത്യ മരിക്കില്ല. കോൺഗ്രസ് മരിച്ചാൽ ഇന്ത്യ ജീവിക്കില്ല, നമ്മൾ ആരും ജീവിക്കില്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ മുഖ്യ ശത്രു കോൺഗ്രസുകാരാണ്. ജീവിതത്തിൽ ഒരിക്കലും കോൺഗ്രസിന്റെ ചിഹ്നത്തിൽ വോട്ട് ചെയ്യാത്ത ആളുകൾ നമ്മുടെ പാർട്ടിയിലുണ്ട്. അവരൊക്കെ പ്രമാണിമാരാണ്. അതുകൊണ്ട്
നമ്മൾ മനസ്സിലാക്കണം, പഴയ സോളമൻ ചക്രവർത്തിയെ പോലെ കോൺഗ്രസിന്റെ സുധീനെ രണ്ടായി വെട്ടിക്കുറിച്ച് അതിന്റെ ഒരു കഷ്ടം ആഗ്രഹിക്കുന്നവർ ഈ പാർട്ടിയുടെ ശത്രുക്കളാണ്. നിങ്ങൾ മനസ്സിലാക്കണം, അവരെ തിരിച്ചറിയണം, അവരെ കോൺഗ്രസിൽ ഒറ്റപ്പെടുത്താൻ കഴിയണം. ഇല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ ശത്രുക്കളായ മാർക്സിസ്റ്റുകാരുമായി ചേർന്ന് BJPയുമായി ചേർന്ന് അടിപ്പണിയിലൂടെ അവർ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ പാർലമെന്റിലും അസംബ്ലിയിലും തോൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അവരൊക്കെ ഈ പാർട്ടിയിൽ പ്രമാണിമാരായി തുടരും. അത്തരം കീടങ്ങളെ കണ്ടുപിടിച്ച് ഒറ്റപ്പെടുത്താൻ ഇനി അങ്ങോട്ട് നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമുക്ക് ഗുരുതരമായ അപകടങ്ങളെ നേരിടേണ്ടി വരും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കെട്ടിപ്പടുക്കാൻ ഈ കോൺഗ്രസിനോട് വിധേയത്വം പ്രതിബദ്ധത കാണിച്ച് ഈ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി സർവസ്വവും നശിപ്പിച്ച നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. കോൺഗ്രസിന്റെ 139ാം ജന്മദിനത്തിൽ നിങ്ങളെ ആദരിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കാസർഗോഡ് DCC എടുത്ത തീരുമാനം വളരെ ഉചിതമാണ്. വളരെ നന്നായി. നിങ്ങൾക്ക് കിട്ടുന്ന ഈ ആദരവ് ആരുടെയും ഔദാര്യമല്ല, നിങ്ങളുടെ അവകാശമാണ്. ആ അവകാശം സാദരം സ്വീകരിക്കാൻ വിനയപൂർവ്വം അപേക്ഷിച്ചുകൊണ്ട് ഈ പ്രൗഢഗംഭീരമായ സമ്മേളനം ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. ജയ് ഹിന്ദ്.